നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. 3 വർഷം കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ പശുക്കളെയും ഇൻഷുർ ചെയ്യുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഓണമധുരം പദ്ധതിക്കും തുടക്കം. ജില്ലാ ക്ഷീരകർഷക സംഗമം തമ്പലക്കാട്ട് സമാപിച്ചു. പോലീസുകാർ സഞ്ചരിച്ച കാർ ചേന്നംപള്ളിയിൽ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അപകടം. പൊൻകുന്നം സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. CPO ശ്രീജിത്തിന്റെ നില ഗുരുതരം. ഭിന്നശേഷി സംവരണം. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് അധ്യാപകർ കോട്ടയത്ത് പ്രതിഷേധിച്ചു. അധ്യാപകരുടെ കണ്ണുനീർ വോട്ടായി പ്രതിഫലിക്കുമെന്ന് ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് അംഗീകാരം ഉടൻ. വിശദ പദ്ധതി രേഖ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു. സ്ഥലമേറ്റെടുപ്പിന്റെ ഫീൽഡ് സർവേ എരുമേലി തെക്ക് വില്ലേജിൽ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. 3 വർഷത്തിനകം കേരളത്തിലെ എല്ലാ പശുക്കളെയും ഇൻഷുർ ചെയ്യുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. കോട്ടയം ജില്ലാ ക്ഷീരകർഷക സംഗമം തമ്പലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തമ്പലക്കാടിന് ഉത്സവ പ്രതീതി പകർന്ന് ജില്ലാ ക്ഷീരകർഷക സംഗമം നടന്നു. 3 ദിവസങ്ങളിലായി നടന്ന ക്ഷീരകർഷക സംഗമത്തിൽ ക്ഷീരവികസന സെമിനാർ, ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല, ക്ഷീരകർഷക വിജയഗാഥകളുടെ അവതരണം, ഡയറി എക്സിബിഷൻ എന്നിവയെല്ലാം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ ക്ഷീരജ്വാല എന്ന പേരിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ ക്ഷീരസംഗമം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരശ്രീ പോർട്ടൽ വഴി ക്ഷീരകർഷകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വരുന്ന 3 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പശുക്കളെയും ഇൻഷുർ ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വെറ്ററിനറി ആംബുലൻസുകളുടെ സേവനം ക്ഷീരകർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കർഷകനെ സംബന്ധിച്ച് വേണ്ടുന്നത് അവർക്ക് ഇൻഷുറൻസ് പദ്ധതി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ കർഷകർക്ക് ഇൻഷുറൻസ് പദ്ധതി ഇത്തവണ 8 കോടിയാണ് നമ്മൾ കൊടുത്തത്. ആ 8 കോടിയുടെയും ഇൻഷുറൻസ് പദ്ധതി ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഫുൾ പൈസയും നമ്മുടെ ഇൻഷുറൻസുകാരെ, പ്രത്യേകിച്ച് കർഷകർ, അടയ്ക്കേണ്ട എന്നുള്ളതാണ്. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതിക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ കൊടുത്ത അംഗീകാരം നേടി. ഇത്തവണ അതിന്റെ ആദ്യ ഗഡു 50 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ വന്നാൽ അവർ കൂടുതൽ പണം നമുക്ക് തരാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നാൽ കേരളത്തിലെ മുഴുവൻ പശുക്കളെയും 3 വർഷം കൊണ്ട് ഇൻഷുർ ചെയ്യുവാനുള്ള സംവിധാനത്തിലേക്ക് ഞങ്ങളിപ്പോൾ എത്തുവാൻ പോകുന്നു. പുതിയ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കി ക്ഷീരമേഖലയ്ക്ക് പ്രോത്സാഹനം നൽകണമെന്ന് യോഗത്തിൽ അധ്യക്ഷനായ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. ആധുനികമായ സാങ്കേതിക വിദ്യയുടെയും പുതിയ രീതിയിലുള്ള കൃഷി രീതികളെയും ഏറ്റവും നല്ല ജനുസുകളെയും ഒക്കെ തന്നെ സംസ്ഥാനത്തെത്തിക്കാനും അതിനെ വ്യാപകമാക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ്. ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഒരുപാട് പുതിയ നൂതനമായ വിഷയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട്, പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ക്ഷീരകർഷകരെ വളരെയേറെ നല്ല നിലയിൽ സംരക്ഷിക്കാൻ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് അവർക്ക് സ്വകാര്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് അവർക്കൊരു കുറേ കൂടി അഭിമാനബോധത്തോടെയും സുരക്ഷയോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ സംജാതമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമ്മേളനത്തിൽ കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ ഓണമധുരം പദ്ധതിക്കും മന്ത്രി ചിഞ്ചുറാണി തുടക്കം കുറിച്ചു. തുടർന്ന് മികച്ച ക്ഷീരകർഷകർക്കും ആതിഥേയരായ തമ്പലക്കാട് നോർത്ത് ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് KR സുരേഷ്, സെക്രട്ടറി സണ്ണി ജേക്കബ് എന്നിവർക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അജിത രതീഷ്, വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശാരദ CR, കാഞ്ഞിരപ്പള്ളി ക്ഷീരവികസന ഓഫീസർ ഷിഹാബുദ്ദീൻ TS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പാമ്പാടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അപകടം. പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാരാണ് അപകടത്തിൽപ്പെട്ടത്. CPO ശ്രീജിത്തിന്റെ നില ഗുരുതരമാണ്. പാമ്പാടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അപകടം. ദേശീയപാത 183-ൽ ചേന്നംപള്ളി ഷാപ്പുകവലയിൽ ഇന്ന് രാവിലെ 6:45 അപകടം. പൊൻകുന്നം സ്റ്റേഷനിലെ SI അനിൽ, ASI ജോൺസൺ S, CPO ശ്രീജിത്ത് എന്നിവരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ശ്രീജിത്തിന്റെ പരിക്ക് ഗുരുതരമാണ്. കേസിന്റെ അന്വേഷണവുമായി കോട്ടയത്തെത്തിയ ഇവർ തിരികെ പൊൻകുന്നത്തേക്ക് പോകുന്നതിനിടയിലാണ് ചേന്നംപള്ളിയിൽ വെച്ച് കാർ നിയന്ത്രണം വിട്ട് മരത്തിൽ ഇടിച്ചത്. അപകടത്തെ തുടർന്ന് പാമ്പാടി SI ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് അധ്യാപകർ
കോട്ടയത്ത് പ്രതിഷേധിച്ചു. ഗാന്ധി സ്ക്വയറിലും കളക്ടറേറ്റ് പടിക്കലുമായിട്ടായിരുന്നു പ്രതിഷേധ സമരം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കത്തോലിക്ക എയ്ഡഡ് മേഖലയിലെ അധ്യാപകരോട് പുലർത്തുന്ന ഇരട്ടത്താപ്പിനും നീതി നിഷേധത്തിനുമെതിരെ കത്തോലിക്ക അധ്യാപകരുടെ സംഘടനയായ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് അധ്യാപകരുടെ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഗാന്ധി സ്ക്വയറിൽ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. വിജയപുരം രൂപത സഹായമെത്രാൻ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ പാലാ രൂപത മുൻ കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ കണ്ണുനീർ വോട്ടിന്റെ രൂപത്തിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷി സംവരണം പറഞ്ഞ് അധ്യാപകരെ വഴിയാധാരമാക്കിയ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ ആരോപിച്ചു. അധ്യാപകരുടെ കണ്ണുനീര് വോട്ടിന്റെ രൂപത്തിൽ പ്രതിഫലിക്കുമെന്നറിയിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. അധ്യാപകര് സമരം ചെയ്തും വെല്ലുവിളിച്ചും ശീലമുള്ളവരല്ല. പ്രസിഡന്റ് കാര്യം പറഞ്ഞു. നീതിയുടെ, മൂല്യങ്ങളുടെ, ഭരണഘടനയുടെ, മാനവികതയുടെ തത്വങ്ങളെ പഠിപ്പിക്കുന്നവരാണ്. അങ്ങനെയുള്ള അധ്യാപകരുടെ നന്മ തിരിച്ചറിയാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരവും അതിലുപരി പ്രതിഷേധാർഹവുമായ കാര്യമാണ്. മാർച്ചിനും ധർണയ്ക്കും ചങ്ങനാശ്ശേരി, പാലാ, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, വിജയപുരം രൂപതകളിലെ കോർപ്പറേറ്റ് മാനേജർമാരും ഡയറക്ടർമാരും സംസ്ഥാന രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഭാരവാഹികളും നേതൃത്വം നൽകി. നൂറുകണക്കിന് അധ്യാപകർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് അംഗീകാരം ഉടൻ ലഭിക്കുമെന്ന് സൂചന. കഴിഞ്ഞ മാസം വിശദ പദ്ധതി രേഖ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരുന്നു. ശബരി വിമാനത്താവളത്തിന് വൈകാതെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അംഗീകാരം നൽകിയേക്കുമെന്ന് സൂചന. കഴിഞ്ഞ മാസമാണ് വിശദ പദ്ധതി രേഖ DPR സംസ്ഥാനം സമർപ്പിച്ചത്. സൈറ്റ് ക്ലിയറൻസ്, പ്രതിരോധ ക്ലിയറൻസ് തുടങ്ങിയവ മുൻപ് ലഭിച്ചിരുന്നു. 7047 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിനും പുനരധിവാസത്തിനും വേണ്ടിവരുന്ന ചെലവ് ഉൾപ്പെടെയാണിത്. അതേസമയം ശബരിമല വിമാനത്താവളത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി റവന്യൂ വകുപ്പ് നടത്തുന്ന ഫീൽഡ് സർവേ എരുമേലി തെക്ക് വില്ലേജിൽ 18 ഹെക്ടർ പൂർത്തിയാക്കി. സ്വകാര്യ ഭൂമിയിലാണ് സർവേ നടക്കുന്നത്. ജൂലൈ 2-നാണ് സർവേ ആരംഭിച്ചത്. മണിമല വില്ലേജ് പ്രദേശത്ത് സർവേ പൂർത്തിയാക്കിയിരുന്നു. തുടർന്നാണ് എരുമേലി തെക്ക് വില്ലേജിൽ സർവേ ആരംഭിച്ചത്. 6 ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത്. എരുമേലി തെക്ക്, മണിമല വില്ലേജുകളിൽ നിന്നും 1039.876 ഹെക്ടറാണ് ഏറ്റെടുക്കുന്നത്. 4 മാസം കൊണ്ട് സർവേ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മണിമല വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 19 ഉൾപ്പെട്ട 73 പേരുടെ സ്ഥലങ്ങളാണ് സർവേ ചെയ്യാനുണ്ടായിരുന്നത്. എരുമേലി തെക്ക് വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 23 ഉൾപ്പെട്ട 366 പേരുടെ സ്ഥലമാണ് സർവേ നടത്താനുള്ളത്. ഇതിനുശേഷമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് പ്രദേശത്തെ സർവേ നടത്തുക. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളിയിൽ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം തുടങ്ങി. സിനിമാ താരം ആന്റണി വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. വമ്പൻ ഓഫറുകളാണ് മൈജി ഒരുക്കിയിട്ടുള്ളത്. കാഞ്ഞിരപ്പള്ളിക്ക് ഉത്സവഛായ പകർന്ന മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം തുടങ്ങി. KK റോഡിൽ പേട്ട ഗവൺമെന്റ് HSSന് എതിർവശത്ത് ക്യാപിറ്റൽ അവന്യൂവിലാണ് പുതിയ മൈജി ഫ്യൂച്ചർ ഷോറൂം. രാവിലെ നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കി സിനിമാ താരം പെപ്പെ എന്നറിയപ്പെടുന്ന ആന്റണി വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് മൈജി കുടുംബത്തിന്റെ ഭാഗമാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ അപ്പോൾ ഇവിടെ ഇനാഗ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഒരുപാട് ഓണം ഓഫേഴ്സും അതേപോലെ തന്നെ ഇനാഗ്രേഷൻ ഓഫേഴ്സും എല്ലാം ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട്, അതായത് നമുക്കിവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും കിട്ടും. ഇനി ഇവരും വേറെ പല പല മേഖലകളിലേക്ക് കിടക്കാൻ പോകണമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ വളർന്ന് പന്തലിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ബ്രോ. ഗോഡ് ബ്ലസ്. അടിപൊളിയാവട്ടെ. വലിയ വലിയ സെയിൽസ് ഉണ്ടാവട്ടെ. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സറിഞ്ഞ് അവരെ ഹാപ്പിയാക്കി വിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. എനിക്ക് അങ്ങനെ ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഷോറൂമിൽ മികച്ച ഓഫറുകളും ലഭിക്കും. ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്തവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 2 പേർക്ക് TV, ഗ്യാസ് സ്റ്റൗ, പാർട്ടി സ്പീക്കർ, സ്മാർട്ട് വാച്ച്, മിക്സർ ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, എയർ ഫ്രഷർ തുടങ്ങിയ സമ്മാനങ്ങൾ നൽകി. ലക്കി ഡ്രോയിലൂടെ 25 കാർ, 30 സ്കൂട്ടർ, 1 ലക്ഷം രൂപ വീതം 30 പേർക്ക് ക്യാഷ് പ്രൈസ്, 60 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 1 പവന്റെ 30 ഗോൾഡ് കോയിനുകൾ
നറുക്കെടുപ്പില്ലാതെ കാർഡുകളിലൂടെ ഉൽപ്പന്ന വിലയുടെ 6% മുതൽ 100% വരെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സമ്മാനങ്ങൾ ആണ് ഈ ഓണം സീസണിൽ മൈജി ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ വിവിധ ഫിനാൻസ് സ്ഥാപനങ്ങളും ബ്രാഞ്ചുകളും നൽകുന്ന ഓഫറുകളും ചേർന്ന് ആകെ 25 കോടിയോളം രൂപയുടെ സമ്മാനങ്ങളും മൈജി നൽകുന്നുണ്ട്. ഇന്ന് കേരളം കണ്ടുവരാത്ത അത്ര നല്ല ഓഫേഴ്സാണ് നമ്മൾ കൊടുത്തു വരുന്നത്. അതിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ 25 കോടിയിൽ പരം ലക്കി ഡ്രോയിലൂടെ 25 കാറ്, 30 സ്കൂട്ടർ, അങ്ങനെ അനേകം ഓഫറുകളും. അതേപോലെ ഓരോ സ്റ്റോറിൽ വരുമ്പോഴും ആ സ്റ്റോറിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സുനിശ്ചിതമായ സമ്മാനങ്ങൾ ഉറപ്പാണ്. അതിൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ടുകളും ഓഫറും TV, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, അങ്ങനെ മൊബൈൽ തുടങ്ങിയ അനേകം ഓഫറുകൾ നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. ഇന്ന് ഇവിടെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ആദ്യത്തെ ഈ ഫ്യൂച്ചറിൻ്റെ ഇന്നോഗ്രേഷൻ്റെ ഭാഗമായി ഇന്നിവിടെ ഏറ്റവും നല്ല ഡിസ്കൗണ്ടാണ് നമ്മളിവിടെ കൊടുത്തു വരുന്നത്. എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ഈ സ്റ്റോറ് സന്ദർശിക്കുക. അതിൽ നമ്മൾ പറയുന്ന എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല വിവിധ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഏറ്റവും നല്ല കളക്ഷനാണ് ഈ ഓണക്കാലത്ത് മൈജി കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ സ്റ്റോർ സന്ദർശിക്കുക. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എല്ലാവരും കൈപ്പറ്റുക. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. അകലക്കുന്നം പഞ്ചായത്തിലെ മൈക്കണ്ടം കാഞ്ഞിരമറ്റം റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കല്ല് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. സ്കൂൾ വാഹനങ്ങളും ആംബുലൻസുകളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. 2 വർഷത്തിലേറെയായി കരിങ്കല്ലുകൾ വഴിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. വഴിയോരം കാടുമൂടിക്കിടന്നത് നാട്ടുകാർ ചേർന്ന് തെളിച്ചു. അകലക്കുന്നം പഞ്ചായത്തിലെ മൈങ്കണ്ടം കാഞ്ഞിരമറ്റം റോഡിൽ വഴിയോരത്ത് PWD അധികൃതർ 2 വർഷം മുൻപ് ഇറക്കിയിട്ട കരിങ്കല്ല് മാറ്റാത്തതിൽ ശക്തമായ പ്രതിഷേധം. സമീപ പഞ്ചായത്തായ പള്ളിക്കത്തോട്ടിലെ തോടുവക്ക് പൊളിച്ചപ്പോൾ ലഭിച്ച കരിങ്കല്ലാണ് വഴിയോരത്ത് 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ നിരത്തിയിട്ടത്. കല്ലു മാറ്റാതെ കിടക്കുന്നതിനാൽ വഴിയോരം കാട് കയറി മൂടി വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി മാറിയിരുന്നു. തിരുവഞ്ചൂർ ഒട്ടയ്ക്കൽ റോഡിന്റെ ഭാഗമായ ഈ റോഡിലൂടെ ആംബുലൻസും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിവസേന കടന്നു പോകുന്നത്. കിഴക്കൻ മേഖലയായ കാഞ്ഞിരപ്പള്ളി, കട്ടപ്പന ഭാഗങ്ങളിൽ നിന്നും ചേർപ്പുങ്കൽ മെഡിസിറ്റിയിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും പെട്ടെന്ന് എത്തിച്ചേരാനുള്ള വഴിയായതിനാൽ കരിങ്കല്ല് മൂലം റോഡിന്റെ വീതി കുറഞ്ഞത് അപകടം വരുത്തിവെക്കാൻ ഇടയാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. പ്രധാന ശബരിമല പാത കൂടിയായതിനാൽ സീസണുകളിൽ വലിയ തിരക്ക് ഉള്ളതായും നാട്ടുകാർ പറയുന്നു. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പ്രധാന പാതയും ഇതുതന്നെയാണ്. വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ ഇടയില്ലാത്തതിനാൽ ആംബുലൻസുകളിലും മറ്റും വരുന്ന രോഗികൾക്കും പ്രയാസമുണ്ടാക്കുന്നു. ഇഞ്ചമുള്ള നിറഞ്ഞ് നിൽക്കുന്നതിനാൽ വഴിയാത്രക്കാരും ദുരിതം അനുഭവിക്കുന്നു. കരിങ്കല്ല് മാറ്റണമെന്നാവശ്യപ്പെട്ട് അകലക്കുന്നം പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുത്ത് PWD അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ജില്ലാ വികസന സമിതി യോഗത്തിലും പഞ്ചായത്ത് അധികൃതർ നിവേദനം നൽകിയിരുന്നു. കരിങ്കല്ല് മാറ്റി നാട്ടുകാർക്ക് സുഗമമായി നടക്കാൻ കഴിയുന്ന രീതിയിൽ റോഡ് ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും ഉൾപ്പെടെയുള്ള സമരപരിപാടികളായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. അതേസമയം കല്ല് മൂടി കാട് കയറിയ വഴിയോരം നാട്ടുകാർ വെട്ടിവൃത്തിയാക്കി. കാഞ്ഞിരമറ്റം സൗഹൃദ ദളം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ശ്രമദാനം നടത്തിയത്. അകലക്കുന്നം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം ശുചീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രത്യേകിച്ച് കാഞ്ഞിരമറ്റം ഹൈസ്കൂള്, LP സ്കൂള്, വാഗമല സ്കൂളിലെ കുട്ടികൾ, ഇങ്ങനെ 3 സ്കൂളിലെ കുട്ടികളും അതിലുപരി മറ്റ് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കുട്ടികൾ നിരന്തരം നടന്നും യാത്ര ചെയ്യുന്ന ഒരു റോഡാണ്. അപ്പോൾ ആ റോഡിന് ഇതുവരെ ഈ കല്ല് മാറ്റുന്ന കാര്യത്തിൽ ഒരു പരിഹാരവും പീഡപ്പുഴ ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഈ പീഡപ്പുഴ ഭാഗത്ത് പോയി ഞങ്ങൾ ധർണ ഇരിക്കുമെന്ന് വരെ നിർദ്ദേശം പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. മെഡിക്കൽ കോളേജ്, അതോടൊപ്പം തന്നെ പാലാ മരീൻ ആശുപത്രി, ഇതിലെല്ലാം ഉപരിയായി ചേർപ്പങ്ങ മെഡിസിറ്റിയിലേക്ക് ഈ പറഞ്ഞതുപോലെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ആംബുലൻസുകൾ ദിവസവും നിരവധി പ്രാവശ്യം പോകുന്ന ഒരു റോഡാണ്. എന്നിട്ടും ഇതിന് പരിഹാരം ഉണ്ടാകാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് ജനങ്ങൾ തന്നെ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. ആഗോള അയ്യപ്പ സംഗമം മലയരയർക്ക് നിഷേധിക്കപ്പെട്ട നീതിയുടെ വീണ്ടെടുപ്പാകണമെന്ന് മലയരയ മഹാസഭ. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം സംഗമം കൈക്കൊള്ളണമെന്നും മലയരയ മഹാസഭ ഭാരവാഹികൾ പറഞ്ഞു. സെപ്റ്റംബറിൽ പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് മലയരയർക്ക് നിഷേധിക്കപ്പെട്ട നീതിയുടെ വീണ്ടെടുപ്പാകണമെന്ന് മലയരയ മഹാസഭ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ശബരിമല അമ്പലം നിർമ്മിച്ച മലയരയ സമുദായത്തെ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ ബോധപൂർവം അവഗണിക്കുകയായിരുന്നു. പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമലയുടെ യഥാർത്ഥ ചരിത്രവും അവിടെ മലയരയർക്കുള്ള അവകാശവും ചർച്ചാ വിഷയം ആകണം. മലയരയ സമൂഹം ദീർഘനാളുകളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അയ്യപ്പ
സംഗമം സംഘടിപ്പിക്കുന്ന സർക്കാർ തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുന്ന അവകാശം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം സംഗമം കൈക്കൊള്ളണമെന്നും ഇവർ പറഞ്ഞു. മലയാളി സമുദായത്തിൻ്റെ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കണമെന്നുള്ളത്. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ പൂർണ്ണമായിട്ടും മലയാളി സമുദായത്തെ അവഗണിക്കുകയാണ് ചെയ്തത്. ക്ഷേത്രത്തിൻ്റെ സ്ഥാപകരായ മലയാളി സമുദായത്തെ അവഗണിച്ചുകൊണ്ട് ക്ഷേത്രവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളാണ് ദേവസ്വം ബോർഡിൽ പലപ്പോഴും കടന്നുകൂടുന്നത്. 1949 വരെ ശബരിമല പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിച്ചിരുന്നത് മലയാളി സമുദായത്തിൽപ്പെട്ട പുത്തൻവീട്ടിൽ കുഞ്ഞൻ ആയിരുന്നു. ശേഷം ക്ഷേത്രം പന്തളം കൊട്ടാരത്തിലേക്കും തുടർന്ന് തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്കും അവിടെ നിന്ന് സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണമായ അധികാരത്തിലേക്കും വന്നപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്നും മലയാളി സമുദായത്തെ പൂർണ്ണമായും ഒഴിവാക്കി മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കടുത്ത അനീതിയാണ്. ശബരിമലയുമായി പുലബന്ധം പോലും ഇല്ലാത്തവർ ദേവസ്വം ബോർഡ് അംഗങ്ങളായി നിയമിക്കപ്പെടുമ്പോൾ അമ്പലം നിർമ്മിച്ച് ആചാരങ്ങൾ നിശ്ചയിച്ച സമുദായത്തിന് എന്തുകൊണ്ട് ബോർഡിൽ ഒരു പ്രതിനിധിയെ പോലും നൽകാതെ അകറ്റി നിർത്തുന്നതെന്ന് അധികാരികൾ മറുപടി പറയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശബരിമലയിൽ സമുദായത്തിന്റെ അവകാശങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാനാവില്ലെന്നും ചരിത്ര സത്യം ലോകം അംഗീകരിച്ചു കഴിഞ്ഞുവെന്നും അവകാശ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ അയ്യപ്പ വിശ്വാസികളുടെ പിന്തുണ തേടുമെന്നും നേതാക്കൾ പറഞ്ഞു. സഭാ ട്രഷറർ MB രാജൻ, ജില്ലാ സെക്രട്ടറി KK രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സ്വാതി K ശിവൻ, സുബിൻ V അനിരുദ്ധൻ, TP അരുൺനാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം ടൗണിന് സമീപത്തായി AD 1957 എന്ന പേരിൽ മെൻസ് വിയർ ആൻഡ് ആക്സസറീസ് ടെക്സ്റ്റൈൽസ് പ്രവർത്തനം തുടങ്ങി. KVMS ജംഗ്ഷന് അടുത്താണ് ഷോപ്പ്. ഉദ്ഘാടന ദിവസം തന്നെ ഉപഭോക്താക്കൾക്കായി വലിയ ഓഫറാണ് നൽകിയത്. 700-ലധികം പേർക്ക് ടീഷർട്ടുകൾ സൗജന്യമായി നൽകി. 100 കണക്കിന് ആളുകളാണ് ടീഷർട്ട് കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3 വർഷം കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ പശുക്കളെയും ഇൻഷുർ ചെയ്യുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഓണമധുരം പദ്ധതിക്കും തുടക്കം. ജില്ലാ ക്ഷീരകർഷക സംഗമം തമ്പലക്കാട്ട് സമാപിച്ചു. പോലീസുകാർ സഞ്ചരിച്ച കാർ ചേന്നംപള്ളിയിൽ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അപകടം. പൊൻകുന്നം സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. CPO ശ്രീജിത്തിന്റെ നില ഗുരുതരം. ഭിന്നശേഷി സംവരണം. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് അധ്യാപകർ കോട്ടയത്ത് പ്രതിഷേധിച്ചു. അധ്യാപകരുടെ കണ്ണുനീർ വോട്ടായി പ്രതിഫലിക്കുമെന്ന് ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് അംഗീകാരം ഉടൻ. വിശദ പദ്ധതി രേഖ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു. സ്ഥലമേറ്റെടുപ്പിന്റെ ഫീൽഡ് സർവേ എരുമേലി തെക്ക് വില്ലേജിൽ പൂർത്തിയായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.